രാവിലെ തന്നെ കമലമ്മ അണ്ണി എടുത്ത് വിളിക്കാൻ തുടങ്ങി. എന്തിനാണെന്നറിയില്ലേ? കമലമ്മയുടെ പച്ചക്കറിത്തോട്ടം കാണാൻ. പച്ചക്കറിത്തോട്ടം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഏക്കർ കണക്കിന് ഭൂമിയിൽ കൃഷി ചെയ്യുന്നതാണെന്ന്. 1-2 മുളകിൻ തൈ അത്രയേ ഉള്ളൂ. അത് കാണാൻ വേണ്ടി ഒരാഴ്ചയായി എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. മുളകുപാടം പൂത്തുലഞ്ഞു നിൽക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഞങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം കമലമ്മ സ്റ്റോക്ക് ചെയ്തിട്ടില്ലെങ്കിലും ചെടി നനയ്ക്കാനുള്ള വെള്ളം കമലമ്മ കൃത്യമായി സൂക്ഷിച്ചു വെച്ചിരുന്നു. വീടിന്റെ മുകൾ ഭാഗത്തെ വാർപ്പിൽ നടുഭാഗത്ത് മാത്രമേ ഞങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നുള്ളൂ. കാരണം വീടിന്റെ മുകളിൽ വേലി കെട്ടിയിട്ടില്ലായിരുന്നു. അങ്ങോട്ട് പോയാൽ താഴേക്ക് ഉരുട്ടി വീഴാൻ സാധ്യതയുണ്ട്. ഒരു കവറിൽ കമലമ്മ നട്ടത് മുളകിന്റെ ചെടിയായിരുന്നു. പക്ഷെ വളർന്നു വന്നത് വെള്ളരിക്കയുടെ ചെടിയാണ്. ഞങ്ങളെല്ലാവരും അത്ഭുതപ്പെട്ടു. മണിച്ചിത്രത്താഴി എന്ന സിനിമയിൽ ശോഭന അവളുടെ ആഭരണങ്ങൾ കാണിച്ചു തരുന്നത് പോലെയാണ് കമലമ്മ പച്ചമുളക് കാണിച്ചു തന്നുകൊണ്ടിരുന്നത്. ഇനിയും അവിടെ നിന്നാൽ കമലമ്മയുടെ കത്തിയടി കേട്ട് ബോധം കെടാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ശേഷം ഞാൻ അവിടെ നിന്നും പോകാനിരുന്നു. അപ്പോ അതാ കമലമ്മ വിളിക്കുന്നു. കാബൂളിവാല എന്ന സിനിമയിൽ ശങ്കരാടി കൈകൊട്ടി വിളിച്ച് ഇതാ ഈ 2 കൊല കൂടി കണ്ടിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞതുപോലെ. ആകെ മൊത്തം 10-12 മാങ്ങയേ ഉള്ളൂ. എന്നാലും ഇടയ്ക്കിടയ്ക്ക് അത് നോക്കി ആസ്വദിക്കും. അങ്ങനെ 2 മാങ്ങ എനിക്ക് പറിച്ചു തന്നു. അപ്പോഴേക്കും അനിയൻ സുജീഷ് ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങി. കുട്ടികൾ പീടികയിലേക്ക് പോകാൻ വേണ്ടി അവന്റെ കൂടെ ഓട്ടോറിക്ഷയിൽ കയറിപ്പോയി. അപ്പോഴാണ് കമലമ്മ ഉണക്കാനിട്ട മാങ്ങ കഷ്ണങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. കമലമ്മ വീഡിയോയും ഫോട്ടോയും എടുക്കാൻ വേണ്ടി പച്ചക്കറിത്തോട്ടത്തിൽ കുറെ നേരമായി ഒരു മാങ്ങയും തൂക്കിപ്പിടിച്ച് വെയിലത്ത് ഉണങ്ങി നിൽക്കുന്നു. അപ്പോഴേക്കും അനിയൻ ഓട്ടോയൊക്കെ തുടച്ച് വൃത്തിയാക്കി കുട്ടികളെയും കൂട്ടി പുറത്തേക്ക് യാത്രയായി.